കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്ത് നേരിട്ടത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കണ്ടതിനപ്പുറം കൊടിയ പോലീസ് പീഡനം. സുജിത്തിനെ പോലീസ് സ്റ്റേഷന് പുറത്തു വെച്ചും പോലീസ് പൊതിരെ തല്ലിയെന്ന് വെളിവാക്കുന്ന ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. SI നുഹ്മാന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറയില്ലാത്ത സ്റ്റേഷന്റെ മുകൾ നിലയിലെത്തിച്ച് സുജിത്തിനെ ചൂരൽ കൊണ്ട് തല്ലിയെന്നും റിപ്പോർട്ടിലുണ്ട്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇന്ന് ഈ വിഷയത്തിൽ വലിയ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തെല്ലാം വിവരങ്ങളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്? കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് KV സുജിത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ്. പ്രതിപക്ഷ പാർട്ടികളുടെ സഹായത്തോടുകൂടി ഈ മാസം 10-ന് വലിയ പ്രതിഷേധമാക്കി മാറ്റാനാണ് തീരുമാനം. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ UDF-ഉം കോൺഗ്രസും തീരുമാനിച്ചു. കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അച്ചടക്ക നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കും വരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. തൃശൂർ DCC-യിൽ നേരിട്ടെത്തി സുജിത്ത് അടക്കമുള്ള പ്രവർത്തകരെ കണ്ട് KPCC പ്രസിഡന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. DIG അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലവാരത്തിലേക്ക് ഉയരണമെന്നും സുജിത്തിന് നേരിട്ട ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തൃശൂർ DCC-ക്ക് കീഴിൽ സമാന്തരമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും നേതൃയോഗത്തിൽ തീരുമാനമായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സുജിത്തിനും പിന്തുണയേകിയ കോൺഗ്രസ് നേതാക്കൾക്കും പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ദീർഘനേരം സംസാരിച്ചത്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി പ്രതിഷേധം ഇതേ വിഷയത്തിൽ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് SI ന്യൂമാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തിയ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സുജിത്തിനെ മർദ്ദിച്ച കേസ് ഒത്തുതീർക്കുന്നതിനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നതായി കുന്നംകുളത്തെ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ അറിയിച്ചു. പോലീസുകാർ മുഖേന സമവായത്തിന് ശ്രമിച്ചുവെന്നും വർഗീസ് പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇടിമുറികളുണ്ടെന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നതെന്നും വർഗീസ് പറഞ്ഞു. അതേസമയം 20 ലക്ഷം രൂപ വരെ തനിക്ക് ഓഫർ ലഭിച്ചുവെന്നാണ് സുജിത്ത് ഇന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് നിലവിലെ തീരുമാനം. തൃശൂർ DCC സമാന്തരമായി തന്നെ ജില്ലയിലുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി ലെവിൻ.